Dear students, today we discuss about union government, Indian government. Every government has three organs or departments. They are legislature, executive, and judiciary. These three departments together create government or constitute government. So let us see each department in detail. Legislature. The government performs certain functions which we call as output functions. They are broadly rule making, rule application, and rule adjudication functions. In a democracy, the rule making power is exercised by the legislature. അതായത് ഏതൊരു ഗവൺമെൻറ്റിനും മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ മൂന്ന് ഓർഗാൻസ് ഉണ്ടായിരിക്കും. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറി. ഇത് മൂന്നും കൂടി ചേർന്നതിനെയാണ് ഗവൺമെൻറ് എന്ന് പറയുക. ലെജിസ്ലേച്ചർ ഈസ് ഓഫ് ടു ടൈപ്സ് അല്ലെങ്കിൽ ടു കൈൻഡ്സ്, യൂണിക്യാമറൽ ഓർ ബൈക്യാമറൽ. ഏകമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഇരട്ട മണ്ഡല നിയമനിർമ്മാണ സഭകൾ. യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ ഹാസ് ഓൺലി വൺ ഹൗസ്. യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ ആണെങ്കിൽ, ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണെങ്കിൽ അതിനൊരു സഭ മാത്രമേ ഉണ്ടാവൂ, അത് ലോവർ ഹൗസ് ആയിരിക്കും. വേറാസ് ബൈക്യാമറൽ ഹാസ് ടു ഹൗസസ്, ലോവർ ഹൗസ് ആൻഡ് അപ്പർ ഹൗസ്. ഇരട്ട മണ്ഡല നിയമനിർമ്മാണ സഭയാണെങ്കിൽ അതിന് ലോവർ ഹൗസും ഉണ്ടാവും, അതോടൊപ്പം അപ്പർ ഹൗസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ ആണെങ്കിൽ, ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണെങ്കിൽ അതിൽ ലോവർ ഹൗസ് മാത്രമേ ഉണ്ടാവൂ. ഇരട്ട മണ്ഡല നിയമനിർമ്മാണ സഭയിൽ ലോവർ ഹൗസും അതോടൊപ്പം അപ്പർ ഹൗസ് കൂടി ഉണ്ടായിരിക്കും. ഇന്ത്യൻ ലെജിസ്ലേച്ചർ ഹാസ് ടു ഹൗസസ് ഓർ ചേംബേഴ്സ്, ലോക്സഭ ലോവർ ഹൗസ് ആൻഡ് രാജ്യസഭ അപ്പർ ഹൗസ്. ഇറ്റ് ഈസ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഇന്ത്യൻ ലെജിസ്ലേച്ചറായ പാർലമെൻറ്റിന് രണ്ട് സഭകളുണ്ട്, ലോക്സഭയും രാജ്യസഭയും. ലോക്സഭയാണ് ലോവർ ഹൗസും രാജ്യസഭ അപ്പർ ഹൗസുമാണ്. ഇതോർത്തിരിക്കാൻ ഒരു മെത്തേഡുണ്ട്. ലോവർ ഹൗസും ലോക്സഭയും ആരംഭിക്കുന്നത് എൽ എന്ന അക്ഷരത്തിൽ തന്നെയാണ്. അപ്പോൾ ലോവർ ഹൗസ് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസ് ഏതാണെന്ന് ചോദിച്ചാൽ ലോക്സഭ എന്ന് പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ലോക്സഭ എന്ന് തുടങ്ങുന്നതും ലോവർ ഹൗസ് എന്ന് തുടങ്ങുന്നതും എൽ എന്ന അക്ഷരത്തിലാണ്. ഇറ്റ്സ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ഒരു ഇരട്ട മണ്ഡല സഭയാണ്. യൂണിയൻ ലെജിസ്ലേച്ചർ ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് പാർലമെൻറ്റ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുക പാർലമെൻറ്റാണ്. അതൊരു ഇരട്ട മണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ നമ്മൾ യൂണിയൻ ലെജിസ്ലേച്ചറിനെ കുറിച്ച്, പാർലമെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുക. ദ യൂണിയൻ ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് പാർലമെൻറ്റ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ആൻഡ് ദ ടു ഹൗസസ് കോൾഡ് ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇന്ത്യൻ പ്രസിഡൻറ്റും ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റും ലോക്സഭയും രാജ്യസഭയും അടങ്ങുന്നതാണ് ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന പാർലമെൻറ്റ്. ദ പ്രസിഡൻറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ട് ഓഫ് ദി പാർലമെൻറ്റ്, ജസ്റ്റ് ആസ് ദ മൊണാർക്ക് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലെ രാജാവിനെയല്ല രാജ്ഞിയെ പോലെ ഒരു ഭരണഘടനാപരമായ ഭാഗവാക്കാണ് യൂണിയൻ ലെജിസ്ലേച്ചറിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റ് സമ്മൺസ് ആൻഡ് പ്രൊറോഗ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ഡിസോൾവ് ദി ലോക്സഭ. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും നീട്ടിവെക്കുന്നതുമെല്ലാം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ചുമതലയാണ്. അതോടൊപ്പം ലോക്സഭ പിരിച്ചുവിടുവാനുള്ള അധികാരം കൂടി ഇന്ത്യൻ പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമാണ്. ദ പാർലമെൻറ്റ് ഈസ് റിക്വയർഡ് ടു മീറ്റ് ട്വൈസ് എ ഇയർ, ബട്ട് ദി ഇൻ്റർവൽ ബിറ്റ്വീൻ ദി സെഷൻസ് ഷാൽ നോട്ട് എക്സീഡ് 2 months. ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 2 തവണയെങ്കിലും പാർലമെൻറ്റ് സമ്മേളിക്കണം. ആ പാർലമെൻറ്റ് സമ്മേളനങ്ങൾ തമ്മിൽ 6 മാസത്തിലധികം ഗ്യാപ്പ് ഉണ്ടാകുവാനും പാടില്ല. അപ്പോൾ നമ്മൾ 2 സഭകളുണ്ടെന്ന് കണ്ടു ഇന്ത്യൻ പാർലമെൻറ്റിന്, രാജ്യസഭയും ലോക്സഭയും, അപ്പർ ഹൗസും ലോവർ ഹൗസും. അപ്പോൾ നമ്മൾ അപ്പർ ഹൗസായ രാജ്യസഭയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദ രാജ്യസഭ ഈസ് ദി അപ്പർ ഹൗസ് ഓർ ദ സെക്കൻഡ് ചേംബർ ഓഫ് ദി ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അപ്പർ ഹൗസാണ് രാജ്യസഭ. Constitution has fixed the maximum strength of Rajya Sabha at 250, including 12 members nominated by the President of India to represent the people from the field of science, art, literature and social work.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആയിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് ഷുഡ് ബി 250. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 250 എന്ന്. 250 കവിയാൻ പാടില്ല. സോ എമംഗ് ദോസ് 250 മെമ്പേഴ്സ് 12 ഓഫ് ദം ആർ നോമിനേറ്റഡ്, അതേഴ്സ് ആർ ഇലക്റ്റഡ്. ആ അംഗങ്ങളിൽ 12 പേർ നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരായിരിക്കും ഇന്ത്യൻ പ്രസിഡൻറ്റിനാൽ. 4 മേഖലകളിൽ നിന്നുള്ള വൈദഗ്ധ്യമുള്ളവരെയാണ് രാജ്യസഭയിലേക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുക. 12 മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ്? സയൻസ്, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ വർക്ക്. ഈ 4 മേഖലയിൽ നിന്നുള്ളവരെയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക. രാജ്യസഭ മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ്. അപ്പോൾ ഈ നോമിനേഷനിലൂടെ അല്ലാതെയുള്ള ബാലൻസുള്ള രാജ്യസഭാ അംഗങ്ങൾ, കാരണം 12 പേരല്ലാതെയുള്ള ബാക്കിയുള്ള രാജ്യസഭാ അംഗങ്ങൾ, അവരെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ MLAമാരാണ് തിരഞ്ഞെടുക്കുക. ദ രാജ്യസഭ ഈസ് എ പെർമനൻറ്റ് ബോഡി. രാജ്യസഭ ഒരു പെർമനൻറ്റ് ബോഡിയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, രാജ്യസഭാ അംഗങ്ങൾക്ക് മാത്രമേ കാലാവധിയുള്ളൂ. ദ മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ഫോർ എ ടൈം ഓഫ് 6 years. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. 1/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് റിട്ടയർ അറ്റ് ദി എൻഡ് ഓഫ് എവറി 2 years. അപ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും 3/1 അംഗങ്ങൾ റിട്ടയർ ചെയ്യുകയും ആ റിട്ടയർ ചെയ്ത അംഗങ്ങളുടെ സ്ഥാനത്തേക്ക് വീണ്ടും ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ അംഗത്തിനും 6 വർഷ കാലാവധിയാണ് രാജ്യസഭയിൽ ഉണ്ടാവുക. ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് കൂടി പറയാറുണ്ട്, കാരണം സംസ്ഥാനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡൻറ്റ് ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. എക്സ് ഒഫീഷ്യോ എന്ന് പറയാൻ കാരണം അദ്ദേഹം രാജ്യസഭ അംഗമല്ലാത്തതിനാൽ. ഇതാണ് രാജ്യസഭയുടെ സ്ട്രെങ്തിനെ സംബന്ധിച്ച് അല്ലെ കോമ്പോസിഷനെ സംബന്ധിച്ച് പറയുവാനുള്ളത്. അപ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ഒരു രാജ്യസഭാ അംഗമായി മാറുവാൻ ഉണ്ടായിരിക്കേണ്ടത്? 3 പ്രത്യേക യോഗ്യതകളാണ് രാജ്യസഭാംഗമാകുവാൻ പറയുക. ഒന്ന്, കാൻഡിഡേറ്റ് ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 years ഓഫ് ഏജ് ആൻഡ് ഷുഡ് പൊസസ് സച്ച് അതർ ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പാർലമെൻറ്റ്. അപ്പോൾ രാജ്യസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുവാൻ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വമുണ്ടായിരിക്കണം, മിനിമം 30 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. അതോടൊപ്പം പാർലമെൻറ്റ് അനുശാസിക്കുന്ന മറ്റ് യോഗ്യതകളും ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, കാൻഡിഡേറ്റ് മസ്റ്റ് ബി എ പാർലമെൻ്ററി ഇലക്ടഡ് ഇൻ ദ സ്റ്റേറ്റ് ഫ്രം വിച്ച് ഹി ഓർ ഷീ സീക്സ് ഇലക്ഷൻ. തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാനത്തെ ഒരു പാർലമെൻറ്റ് വോട്ടറായിരിക്കണമെന്ന് കൂടി പറയുന്നു രാജ്യസഭാംഗമാകുവാൻ. അങ്ങനെ 3 ക്വാളിഫിക്കേഷനാണ് രാജ്യസഭാംഗമാകുവാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ രാജ്യസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെ? പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് രാജ്യസഭ. രാജ്യസഭ ഇസ് ദി അപ്പർ ഹൗസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്, ഉപരിസഭയാണ്. രാജ്യസഭ എൻജോയ്സ് co-equal പവേഴ്സ് വിത്ത് ലോക്സഭ ഇൻ നോൺ ഫിനാൻഷ്യൽ ലെജിസ്ലേഷൻ. 2 തരം നിയമനിർമ്മാണങ്ങളാണ് ഉണ്ടാവുക: മണി ബിൽസും നോൺ മണി ബിൽസും, ധനകാര്യ ബില്ലുകളും ധനകാര്യേതര ബില്ലുകളും. അപ്പോൾ ധനകാര്യേതര ബില്ലുകളിൽ ലോക്സഭയോടൊപ്പം തത്തുല്യമായ അധികാരം co-equal പവേഴ്സ് രാജ്യസഭയ്ക്കുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് രാജ്യസഭ ക്യാൻ ഇനിഷ്യേറ്റ് ഓർഡിനറി ബിൽസ്. ഇപ്പോൾ രാജ്യസഭയ്ക്ക് അധികാരമുള്ളത് നോൺ മണി ബിൽസിലാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എ മണി ബിൽ ഷാൽ നോട്ട് ബി ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദ രാജ്യസഭ. ധനകാര്യ ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിക്കാറില്ല. ഇറ്റ് ക്യാൻ ഓൺലി ഡിലേ എ മണി ബിൽ ഫോർ 14 days. ധനകാര്യ ബില്ലിൻ്റെ മേൽ രാജ്യസഭയ്ക്കുള്ള അധികാരമെന്ന് വെച്ചാൽ 14 ദിവസം താമസിപ്പിക്കാമെന്ന് മാത്രമേ, ഡിലേ ചെയ്യാമെന്ന് മാത്രമേ ധനകാര്യ ബില്ലിൽ രാജ്യസഭയ്ക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് രാജ്യസഭയും ലോക്സഭയും കമ്പയർ ചെയ്യുമ്പോൾ വിത്ത് റിഗാർഡ് ടു ദി എക്സസൈസ് ഓഫ് പവർ ലോക്സഭയ്ക്കാണ് അധികാരം കൂടുതൽ. കാരണം ലോക്സഭയിൽ മണി ബിൽസും നോൺ മണി ബിൽസും കൈകാര്യം ചെയ്യാം. അതുപോലെ രാജ്യസഭയിൽ മണി ബിൽസ് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. രാജ്യസഭയുടെ പരിഗണനയ്ക്കായ മണി ബിൽ വരുമ്പോൾ 14 ദിവസം താമസിപ്പിക്കാൻ മാത്രമേ അധികാരമുണ്ടായിരിക്കൂ. And there are 3 matters in which Rajya Sabha can and does play some important role.
പക്ഷേ രാജ്യസഭയ്ക്ക് അധികാരമുള്ള ചില മേഖലകളുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന്, രാജ്യസഭ ഈസ് എംപവേർഡ് ടു ഡിക്ലെയർ ദാറ്റ് പാർലമെൻറ്റ് ഷുഡ് മേക്ക് ലോസ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ്. രാജ്യത്തെ അധികാരങ്ങൾ എങ്ങനെ വിനിയോഗിക്കപ്പെടണമെന്ന് ഭരണഘടന എഴുതിയിട്ടുണ്ട്. 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനും, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്കും, കൺകറൻറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരമുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണം പാർലമെൻറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുവാൻ രാജ്യസഭയ്ക്ക് അധികാരമുണ്ട്. മറ്റൊന്ന്, ഇറ്റ് ഹാസ് പവർ ടു ഡിസൈഡ് എ റെസൊല്യൂഷൻ ഫോർ ദി സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഓൾ ഇന്ത്യ സർവീസ്. ഒരു അഖിലേന്ത്യാ സർവീസ് ആരംഭിക്കണമെന്ന് തീരുമാനമെടുക്കുവാനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. മൂന്നാമത്തെ പ്രത്യേകമായ അധികാരം, ഇറ്റ് എൻജോയ്സ് കോഈക്വൽ പവേഴ്സ് വിത്ത് ലോക്സഭ വിത്ത് റിഗാർഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. ഭരണഘടനയിലെ പ്രൊവിഷനുകൾ ഭേദഗതി ചെയ്യുമ്പോൾ ലോക്സഭയോടൊപ്പം തത്തുല്യമായ അധികാരം രാജ്യസഭയ്ക്കും നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 3 പ്രത്യേകമായ അധികാരങ്ങൾ രാജ്യസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാജ്യസഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ്. 250 മാക്സിമം നമ്പർ ആകാവുള്ളൂ. അതിൽ തന്നെ 12 പേർ 4 മേഖലയിൽ നിന്നും ഇന്ത്യൻ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരായിരിക്കണം. 6 വർഷമായിരിക്കും രാജ്യസഭയുടെ അംഗങ്ങളുടെ കാലാവധി. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ്, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രണ്ടാമത്തെ ചേംബർ, ലോവർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്, ലോക്സഭ. ലോക്സഭ ഈസ് ദി ലോവർ ഹൗസ് ഓഫ് ദി യൂണിയൻ പാർലമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ് ചേംബർ. ഇതിനെ റെപ്രസെൻറ്റേറ്റീവ് ചേംബർ എന്ന് പറയുന്നു കാരണം ലോക്സഭയിലെ അംഗങ്ങൾ ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. രാജ്യസഭയിലെ അംഗങ്ങൾ 12 പേർ നോമിനേഷനിലൂടെ, ബാക്കിയുള്ളവർ ഓരോ സംസ്ഥാനത്ത് MLA-മാരാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ലോക്സഭയിലെ അംഗങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. It consists of members directly elected from the territorial constituencies of the states. അപ്പോൾ രാജ്യത്തെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ലോക്സഭയിലെ അംഗങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എ 5-year ടേം ഓഫ് ഓഫീസ് ഫോർ ദി ഹൗസ് ഓഫ് പീപ്പിൾ. ലോക്സഭയിലെ അംഗങ്ങൾക്ക് 5 വർഷം വരെയാണ് കാലാവധി. 5 വർഷം വരെ എന്ന് പറയുന്നത് ദ പ്രസിഡൻറ്റ് മേ ഡിസോൾവ് ദി ഹൗസ് ബിഫോർ ദി എക്സ്പയറി ഓഫ് ഇറ്റ്സ് നോർമൽ ടേം ഓഫ് 5 years. 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധിയെങ്കിലും ഇന്ത്യൻ പ്രസിഡൻറ്റിന് കാലാവധിക്ക് മുൻപേ ലോക്സഭ പിരിച്ചുവിടുവാൻ അവകാശമുണ്ട്. അപ്പോൾ ഇത് പെർമനൻറ്റ് ചേംബർ അല്ല. രാജ്യസഭ പെർമനൻറ്റ് ചേംബറാണ്. ദാറ്റ് കനോട്ട് ബി ഡിസോൾവ്ഡ് ബൈ ദി പ്രസിഡൻറ്റ് ആൻഡ് ദി മെമ്പേഴ്സ് എൻജോയ് 6 years ടേം, വേറാസ് ദി ലോക്സഭ is not a permanent chamber. This can be dissolved by the president before the expiry of its normal term. The maximum strength of Lok Sabha is 550 members. 550 വരെയാകാം ലോക്സഭയുടെ അംഗസംഖ്യ എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. The members are to be directly elected by the people of various states and union territories. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ലോക്സഭയിലെ അംഗങ്ങൾ. ദ പ്രസിഡൻറ്റ് മേ നോമിനേറ്റ് 2 members ടു റെപ്രസെൻറ്റ് ദി ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ഈ 550 പുറമെ ദ പ്രസിഡൻറ്റ് മേ നോമിനേറ്റ് 2 members ടു റെപ്രസെൻറ്റ് ദി ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ഇഫ് ദി പ്രസിഡൻറ്റ് ഫീൽസ് ദാറ്റ് ദി ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ആഡക്വേറ്റ്ലി ഇൻ ദ പാർലമെൻറ്റ്, ഇൻ ദ ലോക്സഭ, then the president may nominate. That is not necessary. അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ലോക്സഭയിൽ ഇല്ല എന്ന് പ്രസിഡൻറ്റിന് തോന്നുകയാണെങ്കിൽ ദ പ്രസിഡൻറ്റ് മേ നോമിനേറ്റ് 2 members. അപ്പോൾ 550 കൂടെ വേണമെങ്കിൽ ഈ 2 പേര് കൂടിയാകും. ദിറ്റ് ഇസ് നോട്ട് കമ്പൽസറി. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഹാസ് ബീൻ ഫിക്സഡ് ആസ് 550 members. എ കാൻഡിഡേറ്റ്സ് ഫോർ ദി ഇലക്ഷൻ ടു ദി ലോക്സഭ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പൗരനായിരിക്കണം ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 25 years ഓഫ് ഏജ്. 25 വയസ്സ് പൂർത്തിയായിരിക്കണം.
രാജ്യസഭയുടെ നമ്മൾ കണ്ടു 30 വയസ്സാണ്, ലോക്സഭയുടേത് 25 വയസ്സ് പൂർത്തിയായിരിക്കും. ഷുഡ് പൊസസ് സച്ച് അതർ ക്വാളിഫിക്കേഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പാർലമെൻറ്റ്. അതോടൊപ്പം പാർലമെൻറ്റ് അതാത് കാലങ്ങളിൽ അനുശാസിക്കുന്ന മറ്റ് യോഗ്യതകളും വേണം ലോക്സഭയിലേക്ക് മത്സരിക്കുക. അപ്പോൾ ലോക്സഭയുടെ അധികാരങ്ങൾ എന്തൊക്കെ? നമ്മൾ ഈ രണ്ട് സഭകളെ കമ്പയർ ചെയ്യുമ്പോൾ പീപ്പിൾസ് ചേംബർ ആയതിനാൽ, ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിനാൽ, ടോട്ടൽ സ്ട്രെങ്ത് വളരെ കൂടുതലായതിനാൽ ലോക്സഭയ്ക്കാണ് രാജ്യസഭയേക്കാൾ അധികാരം. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോക്സഭ. The functions of Lok Sabha may be broadly classified into legislative, executive, financial, electoral and constituent. ഇങ്ങനെ പല രീതിയിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്ന സഭയാണ് ലോക്സഭ. ഒന്നാമത് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്, നിയമനിർമ്മാണപരമായ അധികാരങ്ങൾ. നമ്മൾ കണ്ടു ബോത്ത് മണി ബിൽസ് ആൻഡ് നോൺ മണി ബിൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ലോക്സഭ. രാജ്യസഭയിൽ മണി ബിൽസ് അവതരിപ്പിക്കാൻ സാധിക്കില്ല. ലോക്സഭയിൽ ധനകാര്യ ബില്ലുകളും ധനകാര്യേതര ബില്ലുകളും അവതരിപ്പിക്കാം. എ ബിൽ ആഫ്റ്റർ ബീങ് പാസ്ഡ് ഇൻ ദി ലോക്സഭ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി രാജ്യസഭ. ഒരു ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ടു ദ രാജ്യസഭ. ദ രാജ്യസഭ മസ്റ്റ് റിട്ടേൺ ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് എ മണി ബിൽ വിതിൻ 14 days. രാജ്യസഭ അവിടെ പരിഗണിച്ചതിന് ശേഷം അത് ലോക്സഭയിലേക്ക് മടക്കി അയക്കണം. അതൊരു ധനകാര്യ ബില്ലാണെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ തന്നെ മടക്കി അയക്കണം. അപ്പോൾ നിയമനിർമ്മാണപരമായ അധികാരങ്ങൾ ഉള്ള ഒരു സഭയാണ് ലോക്സഭ. ധനകാര്യ ബില്ലുകളും ധനകാര്യേതര ബില്ലുകളും ലോക്സഭയ്ക്ക് പരിഗണിക്കാം. മറ്റൊന്ന് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, അതായത് ലോക്സഭ. ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ കൺട്രോൾ ദി എക്സിക്യൂട്ടീവ്. ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ. അപ്പോൾ മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് ലോക്സഭയോട്. ഇറ്റ് ക്യാൻ റിമെയിൻ ഇൻ പൊസിഷൻ ആൻഡ് അതോറിറ്റി ഓൺലി ആസ് ലോങ് ആസ് ഇറ്റ് എൻജോയ്സ് ദി കോൺഫിഡൻസ് ഓഫ് ദ മെജോറിറ്റി ഓഫ് ലോക്സഭ. ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഒരു മന്ത്രിസഭയ്ക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. രാജ്യസഭയിൽ അങ്ങനെയല്ല. ലോക്സഭയിൽ, അതായത് പീപ്പിൾസ് ചേംബറിൽ, ഹൗസ് ഓഫ് പീപ്പിളായ ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലേ എക്സിക്യൂട്ടീവ് അധികാരമുള്ള മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ലോക്സഭയിൽ നിക്ഷിപ്തമാണ്. ലോക്സഭ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് ഇൻ 2 ways. 2 രീതിയിലാണ് എക്സിക്യൂട്ടീവിനെ ലോക്സഭ നിയന്ത്രിക്കുന്നത്. ദ മെമ്പേഴ്സ് കോൺസ്റ്റൻ്റ്ലി ഡിമാൻഡ് ഇൻ ദ ഹൗസ് ഫോർ ഇൻഫർമേഷൻ അബൌട്ട് ദി ആക്ഷൻസ് ഓഫ് ദി ഗവൺമെൻറ്. അവർ സ്ഥിരമായി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സഭയിൽ. ദേ ഓൾസോ ക്രിറ്റിസൈസ് ദി ആക്ഷൻസ് ഓഫ് ദി ഗവൺമെൻറ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ വിമർശിക്കുവാനുള്ള അവസരവും ലോക്സഭ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ 2 രീതിയിൽ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നു. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റായി ഇൻഫർമേഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ദേ ഓൾസോ ക്രിറ്റിസൈസ് ദി ആക്ഷൻസ് ഓഫ് ദി ഗവൺമെൻറ്. മൂന്നാമത് ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ത്രൂ ദി കൺട്രോൾ ഓഫ് ദി നേഷൻസ് പേഴ്സ് ദാറ്റ് ദി ഹൗസ് എൻജോയ്സ് റിയൽ സുപ്രീമസി. നമ്മൾ കണ്ടു ധനകാര്യ ബില്ലുകൾ ലോക്സഭയിലേ അവതരിപ്പിക്കത്തുള്ളൂ. അപ്പോൾ സാമ്പത്തികപരമായ ആ ഒരു നിയന്ത്രണം ലോക്സഭയിൽ നിക്ഷിപ്തമാണ്. എ മണി ബിൽ ക്യാൻ ഒറിജിനേറ്റ് ഓൺലി ഇൻ ദി ലോക്സഭ. ധനകാര്യ ബില്ല് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ. ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ആർ വോട്ടഡ് ഇൻ ദിസ് ഹൗസ്. അപ്പോൾ ധനകാര്യപരമായ ക്രയവിക്രയങ്ങൾക്കെല്ലാമുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലാണ്. The sanctioning of the expenditure of the government is the executive privilege of the Lok Sabha. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികപരമായ വിനിയോഗങ്ങൾക്കുള്ള അനുമതി മൊത്തം നൽകേണ്ടത്, അതിൻ്റെ എക്സ്പെൻഡിച്ചറിനുള്ള അനുമതി നൽകേണ്ടത് ലോക്സഭയാണ്. അങ്ങനെ ലോക്സഭ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു അതിൻ്റെ ഫിനാൻഷ്യൽ ഫങ്ഷനിലൂടെ. നാലാമതായി ഇലക്ട്രൽ ഫങ്ഷൻസ്. ദി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ് form part of electoral college for the election of the President of India. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ടറൽ കോളേജ്, അതിൻ്റെ ഭാഗവാക്കാണ് ലോക്സഭ. അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളും അതോടൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലെയും MLAമാരും കൂടി ചേർന്ന ഒരു ഇലക്ടറൽ കോളേജാണ്. അപ്പോൾ ബീയിങ് പാർട്ട് ഓഫ് ദാറ്റ് ഇലക്ടറൽ കോളേജ്, ദി ലോക്സഭ പെർഫോം സർട്ടൻ ഇലക്ട്രൽ ഫങ്ഷൻസ്. അങ്ങനെ ഇലക്ട്രൽ കോളേജിൻ്റെ ഭാഗവാക്കായിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് സംബന്ധമായ ചില അധികാരങ്ങൾ കൂടി ലോക്സഭയിൽ നിക്ഷിപ്തമാണ്.
The Vice President of India is elected by the elected members of both Lok Sabha and Rajya Sabha. അതോടൊപ്പം മറ്റൊരു ഇലക്ട്രൽ കോളേജായ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജ്, അത് പ്രസിഡൻറ്റിൻ്റെ ഇലക്ട്രൽ കോളേജിൽ നിന്ന് വ്യത്യസ്തമായി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ചേർന്നാണ് ആ ഇലക്ട്രൽ കോളേജിന് രൂപം കൊടുക്കുക. പ്രസിഡൻറ്റിൻ്റേതാകുമ്പോൾ അതോടൊപ്പം സംസ്ഥാനങ്ങളിലെ MLA കൂടി ഭാഗഭാക്കാകുമ്പോൾ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കും അംഗങ്ങളാകുക. അപ്പോൾ അങ്ങനെ ബീയിങ് പാർട്ട് ഓഫ് ദീസ് ഇലക്ട്രൽ കോളേജസ്, ദി ലോക്സഭ എൻജോയ്സ് സെർട്ടൈൻ ഇലക്ട്രൽ ഫങ്ഷൻസ്. മറ്റൊന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഫങ്ഷനാണ്. ഭരണഘടനാപരമായിട്ടുള്ള ചില അധികാരങ്ങൾ കൂടി ലോക്സഭയിലുണ്ട്. ലോക്സഭ അലോങ് വിത്ത് രാജ്യസഭ ഹാസ് ദ പവർ ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ഭേദഗതിയിൽ രാജ്യസഭയോടൊപ്പം ചേർന്നുകൊണ്ട് കോഈക്വൽ പവേഴ്സ്, ഭാഗഭാക്കാകുവാനുള്ള അധികാരവും ലോക്സഭയിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ നിരവധിയായ അധികാരങ്ങളുള്ള ജനങ്ങളുടെ സഭയാണ്, ഹൗസ് ഓഫ് പീപ്പിളാണ് ലോക്സഭ. അതുപോലെ അതർ ഫങ്ഷൻസ്, ലോക്സഭ സിറ്റ്സ് ആസ് എ കോർട്ട് ഓഫ് ലോ when it discusses the motion for the removal of judges of Supreme Court and High Courts or disposes of motion of impeachment against the President of India. അതോടൊപ്പം തന്നെ ലോക്സഭയ്ക്ക് മറ്റ് ചില അധികാരങ്ങൾ കൂടിയുണ്ട്. ഹൈക്കോടതിയിലെയും സുപ്രീം കോടതികളിലെയും ജഡ്ജിമാരെയും അതോടൊപ്പം ഇന്ത്യൻ പ്രസിഡന്റിനെയും ഇംപീച്ച് ചെയ്യുവാനുള്ള ആ മോഷൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാൻ, ഡിസ്കസ് ചെയ്യുവാനും അതിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യുവാനുമൊക്കെയുള്ള അധികാരം ലോക്സഭയിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ ലോക്സഭ ഒരുപാട് അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ലോവർ ഹൗസാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ഇന്ത്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് പാർലമെൻറ്റാണ്. 2 സഭകളുള്ളതിനാൽ ഇതൊരു ബൈക്കാമറൽ ലെജിസ്ലേച്ചറാണ്. 2 സഭകളിൽ ഒന്ന് ലോവർ ചേംബറും മറ്റൊന്ന് അപ്പർ ചേംബറുമായിരിക്കും. ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ലോവർ ചേംബർ, രാജ്യസഭ അപ്പർ ചേംബറാണ്. ഈ 2 സഭകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ലോക്സഭയ്ക്കാണ് കൂടുതൽ അധികാരങ്ങൾ. കാരണം ദിസ് ഈസ് പീപ്പിൾസ് ചേംബർ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവിടുത്തെ അംഗങ്ങളെല്ലാവരും. 550 വരെയാകാം ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത്. അതേസമയം രാജ്യസഭയിൽ 250 വരെയാണ്. അതിൽ തന്നെ 12 നോമിനേഷനിലൂടെയാണ്. രാജ്യസഭാംഗങ്ങൾ ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന MLA തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് രാജ്യസഭയിലെ അംഗങ്ങൾ. ദിസ് ഈസ് അബൌട്ട് ദി യൂണിയൻ ലെജിസ്ലേച്ചർ ഓഫ് ഇന്ത്യ, യൂണിയൻ ലെജിസ്ലേച്ചർ, ഇന്ത്യൻ പാർലമെൻറ്റ്.